ആകാശ ഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല മലക്കുകൾക്ക് ഓതാൻ കൊടുത്ത സൂറത്താണ് സൂറത്തു ത്വാഹ. അഞ്ചാമത്തേത് സൂറത്തു ത്വാഹയുടെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാൽ അവനിക്ക് ഫത്ഹ് ഉണ്ടാകും, അതായത് വിജയമുണ്ടാകും. ഏത് സ്ഥലത്തും ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും അവനിക്ക് വിജയമുണ്ടാകും സൂറത്തു ത്വാഹയുടെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതിയാൽ. ആറാമത്തെ പ്രത്യേകത സൂറത്തു ത്വാഹയുടെ 105-ാമത്തെ ആയത്ത് രോഗത്തിന് ശിഫയാണ്. 107-ാമത്തെ ആയത്ത് രോഗങ്ങൾക്ക് ശിഫയാണ്. ഒരാൾ രോഗിക്ക് മന്ത്രിച്ച് വെള്ളം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി മന്ത്രിക്കുന്നെങ്കിൽ സൂറത്തു ത്വാഹയുടെ 105-ാമത്തെയും 107-ാമത്തെയും ആയത്തൊക്കെ ഓതിയിട്ട് മന്ത്രിക്കാൻ പറ്റുന്നതാണ്. 7-ാമത്തെ സൂറത്തു ത്വാഹയുടെ പ്രത്യേകത സൂറത്തു ത്വാഹയുടെ ഈ ഒരു 131, 132 ആയത്തുകൾ, ആ ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് നിസിയാൻ, മറവി രോഗങ്ങൾ ഉണ്ടാവില്ല. അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് സൂറത്തു ത്വാഹയുടെ 131-ാമത്തെ ആയത്തും 132-ാമത്തെ ആയത്തും. ഇനി 8-ാമത്തെ പ്രത്യേകത സൂറത്തു ത്വാഹ 21 ദിവസം തുടർച്ചയായി ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അത് ഓതുന്നവൻ മനസ്സിൽ കരുതുക, റബ്ബേ ഞാനിത് ഓതുന്നത് എൻ്റെ വിവാഹം ശരിയാവാനാണ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, സൂറത്തു ത്വാഹ ഇന്നു മുതൽ നിങ്ങൾക്ക് 21 ദിവസം തുടർച്ചയായിട്ട് ഓതാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു മറവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് വന്ന് ഓതാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഓതിയാലും മതി. അങ്ങനെ 21 ദിവസം ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഓതി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം വേഗത്തിൽ റാഹത്തായി നടക്കും. ഇനി 9-ാമത്തേത് സിഹ്ർ ഏൽക്കാതിരിക്കാൻ, കണ്ണേർ ഏൽക്കാതിരിക്കാൻ സൂറത്തു ത്വാഹ 41 ദിവസം ഓതൽ പ്രത്യേകം നല്ലതാണ്. സിഹ്ർ ഏറ്റവന് നമ്മൾ ഓതി മന്ത്രിച്ചു കൊടുത്താൽ അതിന് വലിയ ഫലമുണ്ടാകുന്നതാണ്. 10-ാമതായി സൂറത്തു ത്വാഹയുടെ പ്രത്യേകതയിൽ നമുക്ക് കാണാൻ പറ്റും. സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ഈ 4 ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയും അത് ഓതി വെള്ളം മന്ത്രിച്ച് അല്ലെങ്കിൽ തേനിൽ മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ സംസാരവുമായി ബന്ധപ്പെട്ട അവരുടെ സംസാരം ക്ലിയർ ആവാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊഞ്ഞപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. മാത്രമല്ല നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ വെച്ചാണ് ഇത് ഓതുന്നതെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ വിശാലത ഉണ്ടാകും എന്നു തുടങ്ങി സൂറത്തു ത്വാഹക്ക് നമ്മൾ കേട്ടതും കേൾക്കാത്തതും പറഞ്ഞതും പറയാത്തതുമായ നിരവധി ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് നമുക്ക് ഓരോ തഫ്സീറും എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൂറത്തു ത്വാഹയുടെ മഹത്വമാണ്. ഇൻഷാ അല്ലാഹ് ഇത് മറക്കാതെ നമ്മൾ പഠിച്ചു വെക്കുക. സൂറത്തു ത്വാഹ ഇന്നു മുതൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഓതുക, ഏത് സമയത്ത് ഓതാം.